അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ചാണ്. മോഷൻ റെപ്രസെന്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്സ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ നമുക്ക് വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം ആണ്, വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ആണ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ഉണ്ട്, which means that the velocity is constant. ഇവിടെ നമുക്ക് ടൈം ഇങ്ങനെ 10, 20, 30, 40 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യണ കാണാൻ പറ്റും. പക്ഷെ വെലോസിറ്റി ഇവിടെ 40, ഇവിടെ 40, ഇവിടെ 40, എല്ലായിടത്തും 40 ആണ്. ഇറ്റ്സ് കോൺസ്റ്റന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ ആക്സിലറേഷൻ ഉണ്ടോ ഇല്ലേ? ദി ആൻസർ ഇസ് നോ. കാരണം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി കൂടി പോവാണ്. പക്ഷെ ഇവിടെ കൂടുന്നില്ല, കുറയുന്നില്ല, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ 0 ആണ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് കേട്ടാൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരക്കണം. ലൈൻ വരച്ചിട്ട് ഇപ്പൊ ഇതെന്തായി? ഒരു റെക്ടാങ്കിൾ ആയി. ഇനി ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ റെക്ടാങ്കിളിന്റെ ഏരിയന്റെ ഇക്വേഷൻ L × B. L എന്ന് പറയുന്നത് 80, ബ്രെഡ് is 40. അപ്പോൾ 80 × 40 is equal to 3200 മീറ്റർ ആണ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇതാ വേറൊരു എക്സാമ്പിൾ. ഇവിടെ നേരത്തെ പോലെ പാരലൽ ടു ദ എക്സ് ആക്സിസ് അല്ല, ഇവിടെ ഇങ്ങനെ കൂടി കൂടി പോകുന്ന ഒരു ലൈനാണ്, which means that there is acceleration. ഇവിടെ കോൺസ്റ്റന്റ് അല്ല, കൂടി കൂടിയാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് ദിസ് ആക്സിലറേഷൻ. അപ്പൊ ഈ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ്, ഈ ഒരു ലൈനിന്റെ ഫൈനൽ പോയിന്റ്, അതായത് 50. ഇനി ഈ ഒരു പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ബൈ ഇനി ഈ പോയിന്റിന്റെ ഫൈനൽ പോയിന്റ് 5, പിന്നെ ഈ പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0. അതായത് 50/5 ഇസ് ഈക്വൽ ടു 10 m/s² ആണ് ഇതിന്റെ ആക്സിലറേഷൻ. അപ്പൊ അതാണ് അതിന്റെ ആക്സിലറേഷൻ. ഇനി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് എന്ന് കേട്ടാൽ തന്നെ ഒരു ലൈൻ ഇങ്ങനെ വരക്കണം. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആയി. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5, ഹൈറ്റ് 50. അപ്പോൾ ഹാഫ് ഇൻറ്റു 250 is equal to 125 മീറ്റർ ആണ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എക്സാമിനൊക്കെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.